റീറ്റെൽ ലെക്ചർ ചെയ്യാൻ 3 നോട്ട് സ്ട്രാറ്റജി. നമുക്കറിയാം റീറ്റെൽ ലെക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വൃത്തിക്ക് നോട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. കാർഡ് കയറി കുറേ കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതല്ല, നോട്ട് എഴുതിയെടുക്കുന്നതിനും ഒരു ഓർഡറുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ടോപ്പിക്കാണ്. ഏത് വിഷയത്തെക്കുറിച്ചാണ് ലെക്ചറർ സംസാരിക്കുന്നതെന്ന് 2-3 വാക്കുകളിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഉദാഹരണം, ഇപ്പോൾ റീസൈക്ലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക ഇമ്പോർട്ടൻസ് ഓഫ് റീസൈക്ലിംഗ്. അത്ര എഴുതിയാൽ മതി, ഒരുപാട് എഴുതി വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പമായിരിക്കും. ദ ലെക്ചറർ വാസ് ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കീ വേർഡ്സ് ഓർ എക്സാമ്പിൾസ്. ആ ലെക്ചറർ പറയുന്ന ടോപ്പിക്കിലെ കീ വേർഡ്സ് അല്ലെങ്കിൽ കീ പോയിന്റ്സ്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹി ഫർദർ എക്സ്പ്ലെയിൻഡ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ല പറഞ്ഞ ടോപ്പിക്കുകളെ കുറിച്ചുള്ള എന്തെങ്കിലും സജഷൻസോ അല്ല റിസൾട്ടുകളോ ഔട്ട്കമുകളോ വല്ലതും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റും ഫൈനലി ഹി സജസ്റ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. റീറ്റെൽ ലെക്ചറിന് ഫുൾ മാർക്ക് മേടിക്കാൻ നിങ്ങളെ സഹായിക്കും. താങ്ക് യു.